നമ്മുടെ വീട്ടിൽ വന്ന ഒരാളോട് മോശമായി പെരുമാറിയത് തെറ്റായിപ്പോയെന്നും നീ മഹിമയോട് ക്ഷമ ചോദിക്കാനും സച്ചിയോട് പറയുന്ന രവീന്ദ്രനെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. തുടർന്ന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും അതുകൊണ്ട് ക്ഷമ ചോദിക്കില്ലെന്നും പറഞ്ഞ് സച്ചി അവിടെ നിന്നും പോകുന്നതോടെ സച്ചി പറഞ്ഞതൊന്നും കാര്യമാക്കേണ്ടെന്ന് രവീന്ദ്ര മഹിമയോട് പറയുന്നു. ശേഷം വർഷം മഹിമേനെയും കൂട്ടി മുറിയിലേക്ക് പോകുന്നു. പിന്നീട് വീട്ടിൽ നടന്നതെല്ലാം സച്ചി മഹേഷിനോട് പറയുന്നു. തുടർന്ന് ശ്രീകാന്തിന്റെ ഭാര്യ കുറച്ച് ഓവറാണെന്നും അവൾ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയില്ലെന്നും പറയുന്നു. ശേഷം ടെൻഷൻ സഹിക്കാനാവാതെ സച്ചി മഹേഷിനെ കൊണ്ട് ബാറിലേക്ക് പോകുന്നു. ശേഷം പോകുന്ന വഴിക്ക് ഒരു വണ്ടി തകരാറായി കിടക്കുന്നത് കൊണ്ട് സച്ചിക്കൊന്നും പോകാൻ പറ്റാതെ വരുന്നു. ഇതേ സമയം അവിടെ എത്തുന്ന മറ്റൊരു വണ്ടിക്കാരൻ തുടർച്ചയായി ഹോൺ അടിക്കുന്നത് കേട്ട് സച്ചിക്ക് ദേഷ്യം വരികയും മുമ്പിലൊരു വണ്ടി തകരാറായി കിടക്കുന്നത് തനിക്ക് കാണാൻ മേലെ എന്ന് ചോദിച്ച് അയാളെ തല്ലാനൊരുങ്ങുകയും ചെയ്യുമ്പോൾ മഹേഷ് സച്ചിനെ പിടിച്ചുകൊണ്ട് പോകുന്നു. ശേഷം ബാറിൽ നിന്ന് മദ്യപിക്കുന്ന സച്ചി തൊട്ടടുത്തിരിക്കുന്ന ഒരാളുമായി വഴക്കുണ്ടാക്കുന്നു. പിന്നീട് രാത്രി മദ്യപിച്ച് വീട്ടിലെത്തുന്ന സച്ചി ഒരുവിധം രവീന്ദ്രന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും രേവതി സച്ചിനെ കൈയോടെ പൊക്കുകയും അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സച്ചിയോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. ശേഷം ശ്രീകാന്തിനും വർഷയ്ക്കും ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് സച്ചി രേവതിയോട് ദേഷ്യപ്പെടുമ്പോൾ ഇനി നിങ്ങളൊരക്ഷരം മിണ്ടി പോവരുതെന്ന് രേവതി സച്ചിനെ ഭീഷണിപ്പെടുത്തുന്നു. പിന്നീട് ജോലി കഴിഞ്ഞ് വരുന്ന ശ്രീകാന്തിനെയും വർഷേനെയും കാണിക്കുന്നു. ശേഷം ശ്രീകാന്തും വർഷയും പുറത്തുനിന്ന് ആഹാരം കഴിച്ച് വിവരം അറിയുന്ന സച്ചി ഇരുവരോടും ദേഷ്യപ്പെടുകയും നിങ്ങൾക്കൊക്കെ വേണ്ടി രാവിലെ മുതൽ എൻ്റെ രേവതി ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണെന്നും പറയുന്നു. ശേഷം ശ്രീകാന്തിനെ ഭീഷണിപ്പെടുത്തി കഴിപ്പിക്കാൻ ശ്രമിക്കുന്ന സച്ചിനെ എല്ലാവരും ചേർന്ന് പിടിച്ചു മാറ്റുന്നു. ശേഷം ചന്ദ്രമതി സച്ചിയോടും രേവതിയോടും ദേഷ്യപ്പെടുന്നു. തുടർന്ന് സച്ചിനെ കുറ്റപ്പെടുത്തുന്ന ശ്രുതിക്ക് സച്ചി കണക്കിന് കൊടുക്കുന്നു. ശേഷം മുറിയിൽ പോകാനൊരുങ്ങുന്ന ശ്രീകാന്തിനെ കസേരയിൽ പിടിച്ചിരുത്തി ശ്രീകാന്തിൻ്റെ വായിൽ ചപ്പാത്തി തിരികെ കയറ്റി കൊടുക്കുന്ന സച്ചിനെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.